Hi all, welcome to Spicy and Easy. എൻ്റെ എല്ലാ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും റമദാൻ കരീം. ഇന്ന് ഞാൻ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിരിയാണി മീൻസ് സാധാരണ നമ്മുടെ ബസ്മതി റൈസോ ജീരകശാലയിലോ ചെയ്യുന്ന ബിരിയാണിയല്ല, ഇത് മട്ട പച്ചരിയിൽ ചെയ്യുന്ന ഒരു ബിരിയാണിയാണ്. പാലക്കാടൻ മട്ട എന്ന് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ബ്രോക്കൺ റൈസ് നമുക്ക് കിട്ടും. അത് നമുക്ക് നിറപ്പരയുടെ പാക്കറ്റ്, ഈസ്റ്റേൺ അങ്ങനെ എല്ലാത്തിൻ്റെയും പാക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, അത് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കാം. പിന്നെ സാധാരണ ബിരിയാണി ചെയ്യുന്ന അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ മട്ടേരി ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. സാധാരണ വൈറ്റ് റൈസ് അല്ലാതെ പൊന്നിയല്ലാതെ മട്ടേരി കഴിക്കുന്ന, പാലക്കാട് മട്ട കഴിക്കുന്ന കുറേ പേരുണ്ട്, ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ സാധാരണ ബിരിയാണി കഴിക്കുമ്പോൾ വൈറ്റ് റൈസിലല്ലേ കഴിക്കുക, ഒരു ചേഞ്ച് നമുക്കിതിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ വളരെ നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ചെയ്തിട്ട് കമൻസ് തന്നെ അറിയിക്കാം. പിന്നെ എൻ്റെ ചാനലിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു, ബൈ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇതിന് നെയ്യ് എടുത്താലും നന്നായിരിക്കും. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, പിന്നെ ഒരു വലിയ ഉള്ളി. അത് വലിയ ഉള്ളി വളരെ ചെറുതായി കട്ട് ചെയ്തിരിക്കുകയാണ്. കീമ വളരെ ചെറുതായ കാരണം അതിൻ്റെ സൈസിൽ തന്നെയാണ് ഞാൻ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നന്നായി വഴറ്റുക. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്കതിലേക്ക് സാധാരണ പോലെ നമ്മുടെ മസാലകൾ ചേർക്കാം. അപ്പോൾ ഉള്ളിയുടെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഞാൻ അതിൽ കുറച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറിലും കുറച്ച് ഞാൻ ഗരം മസാല ഇടുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇതിൽ കുറച്ചത്. അപ്പോൾ നന്നായി വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിൽ ഞാൻ 1 തക്കാളി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ ആവാം. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇത് നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്തിയാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ്, എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് കീമ ചേർക്കുക. 250 ഗ്രാം കീമയ്ക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർക്കാം. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ തൈര് ചേർത്തിട്ടില്ല. ഇതിൽ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വെച്ച കീമ 250 ഗ്രാം, എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് നേരം. അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി തുടങ്ങും, ഡ്രൈ ആയി കിട്ടും നമുക്ക് ആ കീമ. കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ അത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ആയിട്ടുമുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി ചോറുണ്ടാക്കാനാണ്. അപ്പോൾ അതിൽ 1 കപ്പ് മട്ടപ്പച്ചരി. അപ്പോൾ ഇതന്നെയാണ് ഉണക്കലരി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആ കപ്പ് എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് അതിലേക്ക് ചുടുവെള്ളം ചേർക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളം ചേർത്തിരിക്കുന്നത്. ഇതൊരു 2.5 കപ്പ് വെള്ളം ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഗരം മസാല. ഞാൻ പട്ട, കരാമ്പൂ ഒരു 3 എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കുറച്ച് നാരങ്ങ നീരും പിഴിയുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചോറ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു 2 വിസിൽ അത് മതിയാവും. ഇപ്പോൾ ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അത് ഈ പാകത്ത് തന്നെ ചോറ് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് സാധാരണ പോലെ തന്നെ സെറ്റ് ചെയ്യാം. ബിരിയാണിക്ക് സെറ്റ് ചെയ്യണ പോലെ തന്നെ ഒരു ലെയർ ചോറ്, പിന്നെ ഒരു ലെയർ കീമ, അങ്ങനെ വെച്ചിട്ട്. ഇതിൽ ഞാൻ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ ഉള്ളി ഒന്ന് വറുത്തെടുത്ത ആ ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ ബിരിയാണിയുടെ തന്നെ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം അറിയാം. നിങ്ങൾക്ക് ആഡ് ചെയ്യണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കുറച്ച് തൈര് വേണമെങ്കിൽ ആ കീമോ വേവിക്കുമ്പോൾ ചേർക്കാവുന്നതാണ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചേർക്കാം.
ഇനി എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എന്ത് കമൻസ് ഉണ്ടെങ്കിലും ഒന്ന് പറയുകയും കൂടെ ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായാൽ പറയണം. ഓക്കെ, താങ്ക് യു.